എല്ലാവർക്കും മലപ്പുറം ക്വിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്കൂൾ തല സയൻസ് ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഉത്തരം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. പ്രകൃതിയിൽ കാണപ്പെടുന്ന ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? മഴവെള്ളമാണ് പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും ശുദ്ധമായ രൂപം. വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ അറിയപ്പെടുന്നത് സൈലം എന്നാണ്. പരിസ്ഥിതി ദുരന്തങ്ങൾ പ്രമേയവുമായി റേച്ചൽ കേഴ്സൺ രചിച്ച സുപ്രസിദ്ധ ഗ്രന്ഥം അറിയപ്പെടുന്നത്? ഉത്തരം നിശബ്ദ വസന്തം. ഇന്ദുചൂടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളീയനായ പക്ഷി നിരീക്ഷകൻ ആര്? ഉത്തരം KK നീലകണ്ഠൻ. KK നീലകണ്ഠൻ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് നീലകണ്ഠൻ. ഉത്തരം നീലകണ്ഠൻ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ 12. ഉത്തരം നവംബർ 12. ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി നാം ആചരിക്കുന്നത്? ഉത്തരം സാലിം അലിയുടെ ജന്മദിനമാണ് നവംബർ 12 പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത്. സലീം അലിയുടെ ആത്മകഥ ഏതാണ്? ഒരു കുരുവിയുടെ പതനം എന്നുള്ളതാണ് സലീം അലിയുടെ ആത്മകഥ. കേരളത്തിലെ പ്രമുഖ പക്ഷി നിരീക്ഷകനാണ് KK നീലകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം? ഉത്തരം ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം തട്ടേക്കാടാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനെയാണ്. ഹരിത വിപ്ലവം കൊണ്ട് നേട്ടം ഉണ്ടാക്കിയ ഭക്ഷ്യധാന്യങ്ങൾ ഏതെല്ലാമാണ്? അരിയും ഗോതമ്പുമാണ് കേട്ടോ. അരിയും ഗോതമ്പും. അതുപോലെ തന്നെ വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷി, പുഞ്ചകൃഷി എന്നിവ കേരളത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വിളയിറക്കുന്ന കാലങ്ങളാണ്. അത് ഏത് കൃഷിയുമായാണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം നെല്ല്. ഉത്തരം നെല്ല്. 2023 ഏത് വർഷമായാണ് UN ആചരിച്ചത്? 2023 ചെറുധാന്യ വർഷമായാണ് UN ആചരിച്ചത്. കുരുമുളകിൻ്റെ ഇലകളിൽ ഏത് തരം സിരാവിന്യാസമാണ് കാണപ്പെടുക? കുരുമുളകിൽ ജാലികാ സിരാവിന്യാസമായിരിക്കും. കുരുമുളകിൽ ജാലികാ സിരാവിന്യാസം. തവളകൾ ജലത്തിൽ ഉള്ളപ്പോൾ ഏത് അവയവത്തിൻ്റെ സഹായത്താലാണ് ശ്വസിക്കുന്നത്? തവളകൾ ഒരു ഉഭയജീവിയാണല്ലോ, അതുകൊണ്ട് തന്നെ ത്വക്ക് കൊണ്ടാണ് അന്നേരം ശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത്? സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകളെയാണ്. ഇലകളെയാണ് സസ്യത്തിൻ്റെ അടുക്കള എന്ന് നാം അറിയപ്പെടുന്നത്. ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് എന്താണ്? ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകമാണ്. അതുപോലെ തന്നെ
ഏറ്റവും കൂടുതൽ വാരിയെല്ലുള്ള ജീവി ഏത്? ഏറ്റവും കൂടുതൽ വാരിയെല്ലുള്ള ജീവി പാമ്പ്. മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏത്? മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. അപ്പോൾ വീഡിയോ കണ്ടിരിക്കും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഒരു ഫ്രണ്ടിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.